Hi friends, Assalamu alaikum. Once again welcome back to my channel. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മാലു ബണ്ണാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതിനു മുമ്പായിട്ട് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 3 ടീസ്പൂൺ പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു മുട്ടയും കൂടി ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻ ഫ്രൈ ചെയ്ത് നുള്ളിയെടുത്തിട്ടുണ്ട്. അതുപോലെ 2 വലിയ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് മാഷ് ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സായി വന്നാൽ ഇതിലേക്ക് മീനും കൂടി ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മസാല ഡ്രൈ ആവാൻ പാടില്ല. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിനെ 2 പാർട്ടാക്കി എടുക്കുക. അതിനുശേഷം ഇങ്ങനെ നീളത്തിൽ പരത്തിക്കൊടുത്ത് ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് ഇത് ഓരോ ബോൾസാക്കി എടുക്കുക. ബോളാക്കിയെടുത്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. നടുഭാഗം അധികം പരത്തേണ്ടതില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ച് കൊടുത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇത് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ ഒരു അളവിൽ നമുക്ക് 12 മാലു ബൺ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിത് ട്രേയിലേക്ക് മാറ്റാം. ട്രേയിലേക്ക് വെക്കുമ്പോൾ കുറച്ച് ഇടവിട്ടിട്ട് വേണം വെക്കാൻ. ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അരമണിക്കൂറായിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മുട്ട ഒന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കസൂരി മെത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. ഭംഗിക്ക് വേണ്ടി ഇട്ടതാണെങ്കിലും ഇത് നമ്മൾ കഴിക്കുമ്പം അത് മാലു ബണ്ണിനെ കുറച്ചും കൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കി. ഇനി നമുക്ക് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുത്ത് 200 ഡിഗ്രിയിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം.
ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ ഇത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം.